139 സങ്കീർത്തനം വായിക്കാം. സങ്കീർത്തനം 139. സംഗീത പ്രമാണിക്ക് ദാവിദിന്റെ ഒരു സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നിരൂപണം എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. നീ മുൻപും പിമ്പും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സും ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തിൽ നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥിക്കുടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. അവയുടെ ആകത്തുകയും എത്ര വലിയത്. അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടു പോകുവിൻ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണദേശത്തോടെ അവരെ ദ്വേഷിക്കുന്നു. അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. യേശുവേ, ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ട ജനം, കർത്താവേ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവമേ,
നാഥ, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയോടുകൂടി കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന സാക്ഷ്യത്തോടുകൂടി എഴുന്നേൽക്കാൻ ഇടവരുമാറാകട്ടെ. ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകുമാറാകണം. ഞങ്ങളുടെ പ്രാണന്റെ പുഷ്ടി കർത്താവിന്റെ മക്കളാണ്. കർത്താവ് നൽകി തരുവാൻ പ്രസാദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാം മഹത്വപ്പെടുമാറാകട്ടെ. കരങ്ങളിലേക്ക് താഴ്ത്തുന്നു കർത്താവെ. എല്ലാ ഹൃദയങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇതുവരെയായിരുന്ന ഹൃദയം കർത്താവ് കൂട്ടിവരുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൽ മുട്ടുകൾ മടക്കുവാനും കർത്താവെ ആരാധിപ്പാനും അതിനെ നിന്ദിപ്പാനും എല്ലാം തന്ന കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു നാം മഹത്വപ്പെടുമാറാകട്ടെ. താഴ്ത്തുന്ന അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. നമുക്കിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച കാലം നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, കരുണയുള്ളവനായിരുന്നു. അങ്ങനെ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിൽ കൂടി നമുക്ക് നന്മ അനുഭവിക്കാൻ ഇടയായി തീർന്ന സാക്ഷ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇന്ന് ആ സാക്ഷ്യം പറയാൻ പ്രാഗൽഭ്യമില്ലാത്തവർ ഒരിക്കലും ദൈവത്തിന്റെ നീതിയെ മറച്ചു വയ്ക്കുന്ന അനുഭവത്തിൽ ആയിരിക്കാതെ വണ്ണം നാം അതിനെ പ്രാഗൽഭ്യത്തോടു കൂടി തന്നെ പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാപ്തരായാൽ വചനം പറയുന്നത് അതിനോടുകൂടി ദൈവശക്തി വ്യാപരിക്കും. മരണത്തിലുള്ള നീക്കുപോക്കുകൾ ദൈവത്തിനുള്ളവയാകും. ഈ ലോകത്തിൽ ഒരു മരണത്തിൽ നിന്ന് വിടുവിക്കാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന് അധികാരമുള്ളവനില്ല. മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല. ഒരു ദൈവം, അത് തീരുമാനിക്കുന്നത് ദൈവമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും തീരുമാനിക്കാം. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ആ ശക്തിയാണ്, ദൈവം മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്ന ശക്തിയാണ് ഇന്ന് ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം ചെയ്ത ഉപകാരത്തെ ഓർത്ത് പറയുന്ന സാക്ഷ്യത്തിൽ സംഭവിക്കുന്നത്. അവിടെയാണ് ആ സാക്ഷ്യത്തെക്കുറിച്ച് പ്രാരംഭമായിട്ട് പറയാനുണ്ടായ കാരണം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ശത്രുവിനെ എതിർക്കാനോ തോൽപ്പിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളത് ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, അവർ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ലോകത്തെ ജയിച്ചു. ശത്രുവിനെ ജയിക്കാൻ, ഈ ലോകത്തിൽ ശത്രുവിനെ ജയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം അവൻ ശക്തനാണ്. എന്നാൽ അവനെ ജയിച്ച ജയമാണ് നമ്മുടെ കർത്താവിന്റെ ശക്തി. അതുകൊണ്ട് കർത്താവിനെ അവന് ജയിക്കാൻ സാധിക്കില്ല. കർത്താവിനെ മാത്രമേ അവന് ജയിക്കാൻ സാധിക്കുകയുള്ളൂ താനും. അതുകൊണ്ട് തന്നെ കർത്താവിന് ഇടം കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. അതായത് ഈ യുദ്ധത്തില്, ഈ പോരാട്ടത്തില് കർത്താവിനെ കൊണ്ടുവരിക, കർത്താവിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക. അങ്ങനെ വന്നാൽ ജയിക്കും. ഇല്ല എങ്കിൽ ഇല്ലാത്തവരൊക്കെയും നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരു മനുഷ്യനും സ്വശക്തിയാൽ ജയം പ്രാപിക്കുന്നില്ല. കർത്താവിന് ഇടം കൊടുക്കുക. കർത്താവിന് ഇടം കൊടുക്കണമെങ്കിൽ, കർത്താവ് വന്ന് ഒരു വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ വചനം പറയുന്നത് ഒന്നാമത് അവന് കീഴടങ്ങണം. പഴയ നിയമ ഇസ്രായേലിന് 6 ലക്ഷത്തിൽ പരം പുരുഷന്മാര് വന്നിട്ട്, അത്രയും സ്ത്രീകളും വന്നിട്ട് അതിൽ ഒരാൾക്ക് പോലും ആ കനാൻ ദേശം കടക്കാൻ സാധിച്ചില്ല. കാലേബിനൊഴികെ ഒരാൾക്ക് പോലും ആ യോർദാൻ കടന്ന് കനാൻ ദേശത്തെത്താൻ സാധിച്ചില്ല. അതിന്റെ കാരണം അതിന്റെ കാരണം എഴുതിയിരിക്കുന്നത് അവർ ദൈവത്തിന് കീഴ്പ്പെട്ടില്ല. യുദ്ധത്തിൽ അവർ തോറ്റുപോയി. ആരോടുള്ള യുദ്ധത്തില്? എതിരാളിയായ സാത്താനുള്ള യുദ്ധത്തിൽ അവർ തോറ്റുപോയി. സാത്താന് ഒരാൾ കീഴ്പ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന്റെ അടയാളം എന്താ? സാത്താന് ഒരാൾ കീഴ്പ്പെട്ടു പോയാൽ അതിന്റെ അടയാളം അവനെ കൊണ്ട് ആകാശ സൈന്യത്തെ ആരാധിപ്പിക്കും. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയെ ആരാധിപ്പാൻ അവരെ കീഴ്പ്പെടുത്തും. ഇതാണ് മനുഷ്യനെ കൊണ്ട് ശത്രു ജയിക്കാൻ ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ അങ്ങനെ വന്നപ്പോൾ കർത്താവിന്റെ വചനം നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിൽ വായിക്കുന്നത് ആ, ആകാശ സൈന്യത്തെ ആരാധിപ്പാൻ, ആകാശത്തെ നക്ഷത്രങ്ങളെ ആരാധിപ്പാൻ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. കാരണം ആ യുദ്ധത്തിൽ സാത്താൻ ജയിച്ചു. 6,00,000 പരം പുരുഷന്മാരെയും തന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയി തന്നെ ആരാധിപ്പാൻ തക്കവണ്ണം അവരെ തന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയി ആരാധിപ്പാൻ സാത്താൻ സാധിച്ചു എന്നർത്ഥം. എന്താണ് അതിന്റെ കാരണം? ആ 6,00,000 പരം പുരുഷന്മാരും മരുഭൂമിയിൽ പെട്ടുപോയി. ഒരാളൊഴികെ വേറെ ആർക്കും കിടക്കാൻ കഴിഞ്ഞില്ല. യോശുവയ്ക്ക് നേരത്തെ തന്നെ യോശുവ അവിടുന്ന് പുറപ്പെട്ടതുപോലെ ബാലനായിരുന്നു. അതുകൊണ്ട് പുരുഷപ്രായത്തിൽ എത്തിയിരുന്ന കാലേബ് ഒഴികെ ബാക്കി ആർക്കും അവിടെ എത്താൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം എഴുതിയിരിക്കുന്നത് അവർ ദൈവത്തിന് കീഴ്പ്പെട്ടില്ല. ദൈവത്തിന് കീഴ്പ്പെട്ടാലുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ആര് കീഴ്പ്പെടുന്നുവോ അവരുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ യുദ്ധം ദൈവം നടത്തുമെന്നാണ്. അങ്ങനെയുള്ളവർ ജയിക്കും. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ പുതിയ നിയമസഭയോടും കർത്താവിന്റെ വചനം പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ടാണ് അവർക്ക് സംഭവിച്ചത്. അവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയെന്ന് ആദ്യം നിങ്ങൾ പഠിക്കണം. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കിയതിന് ശേഷം എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സംഭവിച്ചതെന്ന് അവർക്കത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം, കർത്താവെ, ഞാൻ നിനക്ക് കീഴടങ്ങാൻ ഇനിയും തടസ്സം നിൽക്കുന്ന ഹൃദയത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കി അതെല്ലാം വിട്ടുകളഞ്ഞ് അവന് കീഴടങ്ങുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ യുദ്ധം ദൈവം ഏറ്റെടുക്കും. യേശു ഏറ്റെടുക്കും. യേശു ഈ യുദ്ധത്തിൽ സാത്താനെ ജയിക്കുകയും ചെയ്യും. കാരണം അവനൊഴികെ വേറെ ആർക്കും സാത്താനെ ജയിക്കാൻ സാധിക്കില്ലെന്നർത്ഥം. അങ്ങനെ ദൈവത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഞാനിങ്ങനെ ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങാനുള്ള വഴി ഈ ഭൂമിയിൽ സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു മനുഷ്യൻ കീഴടങ്ങുന്നു എന്നുള്ളതിന്റെ തെളിവാണ്, അതായത് അവനെ സ്തുതിക്കുക എന്നുള്ളത്. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് ദൈവം. അതായത് 7 കൂട്ടം കാര്യങ്ങൾ അവന് കൊടുക്കണം. അതായത് മഹത്വം, ജ്ഞാനം, സ്തുതി, ധനം, ഇങ്ങനെ ഒരു 7 കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കർത്താവിന് കൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്. അതിൽ ഓരോരുത്തരും കൊടുത്ത ആരാധന എന്തെന്നുള്ളത് പഠിക്കുമ്പോൾ ഓരോരുത്തരും കൊടുത്ത് ആരാധിച്ചതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഭയങ്കരമായ ഒരു സത്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. ഈ ആരാധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് കീഴ്പ്പെടുന്നവൻ. അല്ലാതെ ദൈവത്തിന് കീഴ്പ്പെടുന്നവൻ ആരുമില്ല. കാരണം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അതായത് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന എന്ന് പറയുന്നത് 7 കാര്യമാണ്. ആ 7 കാര്യങ്ങൾ തന്നെ യേശുവിനും ലഭിച്ചു. അതുകൊണ്ട് നമ്മൾ ധൈര്യത്തോടു കൂടി യേശുവിനെ ആരാധിക്കുന്നു, യാതൊരു സംശയമില്ലാതെ. കാരണം ആരാധനയ്ക്ക് യോഗ്യനാണ് അവനിൽ ദൈവമുണ്ട്. ക്രിസ്തുയേശു എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്. അതിൽ വസിക്കുന്നവനും ക്രിസ്തുയേശു തന്നെയാണ്. അതറിയാൻ പാടില്ലാത്തവരാണ് അതിനകത്ത് യേശുക്രിസ്തു ദൈവമാണോ സംശയം. എന്നാൽ ഇതങ്ങനെയല്ല. യേശുക്രിസ്തു ദൈവമെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ മന്ദിരവുമാണ്. അപ്പൊ ദൈവത്തിന്റെ മന്ദിരത്തിൽ വസിക്കുന്ന ദൈവം ആണ് കർത്താവായ യേശുക്രിസ്തു. അങ്ങനെ അവനെ മഹത്വം കൊടുക്കുമ്പോൾ അവന് അവസരം വരുന്നു, ഈ യുദ്ധം അവനെ ഏറ്റെടുക്കും. അങ്ങനെ അതുകൊണ്ടാണ് വചനം പറയുന്നത്, കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവർ ലോകത്തെ ജയിച്ചു. ഈ ലോകത്തെ ജയിക്കാനായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ആ ശക്തി നമുക്ക് ലഭിക്കാൻ നമുക്ക് അവരെ ആരാധിക്കണം എന്ന് പറയുന്നതിന് ചുരുക്കം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെ ആരാധിക്കുന്നത് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആരാധിക്കുന്നത്? അബ്രഹാം ആരാധിച്ചു. എങ്ങനെ? അനുസരിച്ച് ആരാധിച്ചു. കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിച്ചു. തനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് ദൈവത്തിന് കൊടുത്തു. അപ്പോൾ അത് ഏത് വചനപ്രകാരമാണ്? 7 കാര്യത്തിൽ ഒന്നാണ് തൻ്റെ ധനം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് കൊടുക്കണം. അതുപോലെ തന്നെ യേഹൂ ജനത്തെ ശത്രുവിനെ ജയിച്ചതിന് ശേഷം പറഞ്ഞു, ഭയങ്കരമായ ജയം യേഹൂവിന് ലഭിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ യേഹൂ പറഞ്ഞു,
ഇതൊക്കെയും ചെയ്തത് ആരാ? നിങ്ങളെല്ലാവരും വിചാരിക്കുന്നു ഞാനാണ് ഇത് ചെയ്തതെന്ന്. ഞാനല്ല ചെയ്തത്, ദൈവമാണ് ചെയ്തത്. ദൈവം എനിക്ക് അഭിഷേകം തന്നു. ആ അഭിഷേകമാണ് ഇത് പ്രവർത്തിച്ചത്. അപ്പോ യേഹൂവിന്റെ ആരാധന അങ്ങനെയായിരുന്നു. മഹത്വം ദൈവത്തിന് കൊടുത്തു. മഹത്വം ദൈവത്തിന് കൊടുത്തു. ഇങ്ങനെ തനിക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. തനിക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ വചനം പറയുന്നത് അവൻ ദൈവത്തിന് കീഴടങ്ങിയെന്നർത്ഥം. തനിക്കുള്ളതെല്ലാം ഒരാളുടെ മുമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ അവൻ ദൈവത്തിന് കീഴടങ്ങിയെന്നർത്ഥം. എന്റെ ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള ഒരു മനസ്സിൽ സിയോനിലേക്കുള്ള പരിപാടികളുണ്ട്. എന്റെ ബലം മുഴുവൻ കർത്താവിന് കൊണ്ട് കൊടുത്തു. ഞാൻ സമ്പാദിച്ചത് മുഴുവൻ കർത്താവിന് കൊണ്ട് കൊടുത്തു. എന്തെങ്കിലും കാര്യത്തിൽ മഹത്വം ഉണ്ടെങ്കിൽ അത് കർത്താവിന് കൊടുത്തു. ഞാൻ ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും നന്ദി കർത്താവിന് കൊണ്ട് കൊടുത്തു. ഏതെങ്കിലും തരത്തിലുള്ള ബഹുമാനം ആരെങ്കിലും എന്നെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ ബഹുമാനിക്കേണ്ട, എന്റെ കർത്താവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിന് കൊടുത്തു. അപ്പോ എന്താ അവന് സ്വന്തമായിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുമ്പോൾ യേശു നല്ലവൻ, അവൻ വല്ലവൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും അവനുള്ളതാണ്. അത് ഞാൻ അവന് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുന്നവൻ, വചനം പറയുന്നത്, ഒരാൾ തന്റെ കയ്യിലുള്ളത് മുഴുവനും വേറൊരാൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഇന്ന് പുതിയ നിയമസഭയിൽ പല കാലഘട്ടങ്ങളിലും പലരും ചെയ്തതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുണ്ടായി. അതായത് തങ്ങളുടെ വസ്തുവകകളും എല്ലാം കൊണ്ടുപോയി അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരുടെ കാൽക്കൽ കൊണ്ട് വെച്ച് അവസാനം അവർ വഴിയാധാരമായിട്ടുള്ള ചരിത്രങ്ങളെല്ലാം കേൾക്കുവാനിടയായി തീർന്നു. അവിടെ ഒന്നുമില്ലാത്ത. അതാണ് മനുഷ്യന് കൊടുത്താലോ. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നത്, ദൈവോത്തരന്മാരെ യഹോവയ്ക്ക് കൊടുക്കി, മനുഷ്യർക്ക് കൊടുക്കില്ലേ. നിങ്ങൾക്ക് സ്വത്ത് വേണോ? സ്വത്തുണ്ടോ? ദൈവത്തിന് കൊടുത്തോ, പ്രശ്നമില്ല. ബഹുമാനം ദൈവത്തിന് കൊടുത്തോ. നിനക്ക് ജ്ഞാനമുണ്ടോ? ആ ജ്ഞാനം കൊണ്ട് ദൈവത്തിന് കൊടുത്തോ. ഇങ്ങനെ ആ 7 കൂട്ടം കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ സ്വത്താണ്. അതുകൊണ്ട് കൊടുത്തോ. അപ്പോൾ തന്നെ സ്വർഗം കണക്ക് പറയും. എന്താണെന്ന് അറിയാമോ? ഇന്നയാള് ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നു, ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് സ്വർഗമാണ്. അവന്റെ മാനം അന്വേഷിക്കേണ്ടത്, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്റെ മാനം അന്വേഷിക്കുന്നവനുണ്ട്, ഞാൻ എന്റെ മാനം അന്വേഷിക്കുന്നില്ല. കാരണം എനിക്ക് കിട്ടിയ മാനം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ സ്വത്ത് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അംഗീകാരം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ജ്ഞാനമുണ്ടോ ആ ജ്ഞാനം മുഴുവൻ ഞാൻ കർത്താവിന് കൊടുത്തിട്ടുണ്ട്. ആ ജ്ഞാനം കൊണ്ട് ഞാൻ എന്റേതായ നിലയ്ക്ക് പോവുകയല്ലേ ഇത്, അത് കർത്താവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവനെല്ലാം കൊടുത്തതോടുകൂടി അവൻ ദൈവത്തിന് കീഴടങ്ങി. ദൈവത്തിന്റെ വചനം പറയുന്നത്, അവനെയൊക്കെയാണ് തൊട്ടാൽ നിന്നെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു എന്ന് പറയുന്നു. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിന്നെ എന്റെ ഉള്ളംകരങ്ങൾ വഹിച്ചിരിക്കുന്നു എന്ന്. നിന്നോട് വാദിക്കുന്നവൻ എന്നോട് വാദിക്കുന്നു. ഇങ്ങനെ അങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ സാരം, ഇന്ന് ഈ ആരാധനയിലും നമുക്ക് ആരാധന പൂർണ്ണമാകണമോ എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വെക്കാനുണ്ടെങ്കിൽ, ഈ 7 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വെച്ചേക്കുക. വചനം പറയുന്നത്, അത് കൈപ്പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉടയവൻ പറയും, അവൻ ദൈവത്തിന് കീഴ്പ്പെട്ടവനാണ്. ഇനി അവന്റെ ഉത്തരവാദിത്വം സ്വർഗം നോക്കണം. സ്വർഗം അവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രത. കിട്ടുന്ന മാനമെല്ലാം അവനവനെടുത്തതിന് ശേഷം അവനവന്റെ പേരും അവനവന്റെ പ്രശസ്തിയും കിട്ടുന്ന പണമെല്ലാം അവന്റെ ജഡത്തിന്റെ ഇഷ്ടത്തിന് എടുത്തതിന് ശേഷം അവൻ ശത്രുവിനോട് പോരാടാൻ ചെന്നാൽ അവൻ സമ്മതിക്കില്ല. കാരണം അവന് വേണ്ടി ദൈവം പോരാടുന്നില്ല. ഇതിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ഇസ്രായേൽ ജനത്തിന്. അവര് അവസാനം കാളക്കുട്ടിയെ ആരാധിച്ചു. അവര് ആകാശ സൈന്യത്തെ ആരാധിക്കാൻ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. അവർ മരുഭൂമിയിൽ പെട്ടുപോയി, നശിച്ചുപോയി. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഭവിച്ചു എന്നാണ് പറഞ്ഞത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സൂക്ഷ്മമായിട്ട് പഠിച്ചതിന് ശേഷം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇനിയും ഞാൻ എൻ്റെ അഭിമാനം, എൻ്റെ പണം, എൻ്റെ ആരോഗ്യം, എൻ്റെ ബലം, എൻ്റെ സമ്പത്ത്, എൻ്റെതായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഏതാണ് ഇനി കർത്താവിന് തരാത്തത്, ഏതാണ് ഇനി കർത്താവിന് തരാത്തത്, അത് ഞാൻ തരാൻ ഇന്ന് ബാധ്യസ്ഥനാണ്. അത് ഞാൻ നിനക്ക് തരുന്നുവെന്ന് ദൈവത്തിന് മുമ്പാകെ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ ദൈവം പ്രസാദിച്ചാൽ അവൻ പറയുന്നത്, നാളത്തേക്ക് വെക്കണ്ട, അന്നയുടെ മുഖം പിന്നെ വാടിയില്ല. ഇന്ന് ഹൃദയത്തിന്റെ ആ തീരുമാനം ദൈവം അംഗീകരിക്കും. അവർ ദൈവത്തിന് കീഴടങ്ങിയതായിട്ട് ദൈവം കണക്കൂട്ടും. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അവരുടെ ജീവിതം ധന്യമായി തീരുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ പ്രാവർത്തികമായി വരുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഇതെല്ലാം ജീവിതത്തിലേക്ക് വരുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട്. എനിക്കുള്ളതെല്ലാം കൊടുക്കാൻ ഒരു പക്ഷേ സാധിക്കും. എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റ് എനിക്ക് ദാനം ചെയ്യാൻ സാധിക്കും. പക്ഷെ ആരെങ്കിലും എന്നെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിലിരിക്കും. എന്നെ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കും. അത് വിട്ടുകളഞ്ഞേക്കുക, അതങ്ങ് വിട്ടുകളഞ്ഞേക്കുക. കാരണം എൻ്റെ മാനം അന്വേഷിക്കുന്ന ഒരുത്തനുണ്ട്. എനിക്ക് നല്ല അറിവുണ്ട്. അറിവ് മറ്റുള്ളവർക്ക് ഉപദ്രവമായി തരാനില്ല. അത് ദൈവസഭയ്ക്ക് വേണ്ടി, താങ്കളുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അത് ചെലവഴിക്കണം. അത് ഞാൻ തരുന്നു. ഇങ്ങനെ ഓരോന്നും പരിശോധിച്ചു കഴിയുമ്പോൾ അവന് സ്വന്തമായിട്ടൊന്നുമില്ല. അവനൊന്നുമില്ല. അവനുള്ളതെല്ലാം കർത്താവിന്റെ കരങ്ങളില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. ശക്തിയും ബലവും മഹത്വവും അവന് കൊടുപ്പീൻ. എല്ലാം അവന് കൊടുപ്പീൻ. അതാണ് ആരാധന. അതുകൊണ്ട് തന്നെ ആരാധനയിൽ പ്രസാദിക്കുന്നവന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും.